ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുമരകം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പറ്റിയാണ്. കോട്ടയത്ത് നിന്ന് 10 കിലോമീറ്റർ പടിഞ്ഞാറ് കായൽ തീരത്താണ് കുമരകം. കുമരകത്ത് ധാരാളം ഈഴവ കുടുംബക്കാരുണ്ട്. ഗുരുദേവന്റെ വർണ്ണനാതീതമായ വിവരങ്ങൾ നാടൊട്ടുക്കും പരന്നപ്പോൾ ഈ നാട്ടിലുള്ളവർക്കും ഗുരുദേവനെ കാണാൻ അതിയായ മോഹം. അങ്ങനെ നാട്ടുപ്രമാണിമാരെല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തി. ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുവരിക. അതും പ്രകാരം ഒരു കെട്ടുവള്ളത്തിൽ കുറേ ദിവസത്തേക്കുള്ള അരിയും സാധനങ്ങളും പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും ഒക്കെയായിട്ട് 5 പ്രമാണിമാരും വള്ളക്കാരുമായി അവർ ശിവഗിരിയിലേക്ക് യാത്രയായി. യാത്ര കരുനാഗപ്പള്ളിയിലെത്തി. അപ്പോൾ അവിടെ ഒരു ആരവം കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ചീനവലയുമായി പോകുന്ന വള്ളക്കാരാണ്. ആ വള്ളത്തിൽ നിറയെ മീനുണ്ട്. കൂട്ടത്തിലുള്ള വലിയ പ്രമാണിക്കൊരാഗ്രഹം, മീൻ വാങ്ങിയാലോ എന്ന്. വർക്കലയെത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. അങ്ങനെ അവർ വലക്കാരുടെ കയ്യിൽ നിന്നും മീൻ വാങ്ങി. കൊല്ലം നീണ്ടകര കായലിൻ്റെ തീരത്ത് അവർ വള്ളം അടുപ്പിച്ചു. അവിടെ നിന്ന് മരച്ചീനിയും വാങ്ങി. ഇവിടെ ഇരുന്ന് എല്ലാം പാകം ചെയ്ത് കഴിച്ചു. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവർ ശിവഗിരിയിലെത്തി. അപ്പോൾ ഗുരുദേവൻ അവിടെ ഇല്ല, അരുവിപ്പുറത്താണെന്നറിഞ്ഞു. അങ്ങനെ വള്ളക്കാരെ ഇവിടെ ഇരുത്തിയിട്ട് പ്രമാണിമാര് നേരെ അരുവിപ്പുറത്തേക്ക് പോയി. അരുവിപ്പുറത്തെത്തി ഗുരുദേവനെ കണ്ട് സാഷ്ടാംഗം അവർ നമസ്കരിച്ചു. ഗുരുദേവൻ വന്നവരോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്ന്. കുമരകത്ത് നിന്നാണെന്ന് വന്നവർ മറുപടി പറഞ്ഞു. ഗുരുദേവൻ അവരോട് ചോദിച്ചു, കപ്പയും മീനും ഇല്ലാതെ പറ്റില്ലല്ലേ? അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. ഗുരുദേവൻ ജ്ഞാനദൃഷ്ടിയാലാണ് എല്ലാം അറിഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വന്ന ആവശ്യം ഗുരുദേവനോട് പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, ഞാൻ വന്നാൽ എവിടെ ഇരിക്കും? ആദ്യം എനിക്ക് ഇരിക്കാനൊരിടം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സ്കൂളും ഉണ്ടാക്കണം. അതിനുശേഷം ഞാൻ അവിടെ എത്താം. ആലപ്പുഴ വരുമ്പോൾ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. അങ്ങനെ വന്നവർ തിരികെ പോയി. മടക്കയാത്രയിലുടനീളം അവർ ചർച്ച ചെയ്തു, എവിടെയാണ് മഠം ഉണ്ടാക്കുക, എവിടെ പള്ളിക്കൂടം പണിയും. അങ്ങനെ സ്ഥലത്ത് തിരികെ എത്തി. പോയ ആൾക്കാരെയും കാത്ത് എല്ലാവരും വഴിക്കണ്ണുമായി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഗുരുദേവൻ പറഞ്ഞ കാര്യം എല്ലാം വന്നവരോടായി പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റി കൂടി മഠത്തിൻ്റെ പണി പൂർത്തിയാക്കി നേരെ ഗുരുദേവനെ പോയി വിവരമറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ അവരോട് പറഞ്ഞു, വളരെ ഉത്സാഹമുണ്ടല്ലേ? അങ്ങനെ അവർ ഗുരുദേവനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള മുഹൂർത്തം നിശ്ചയിച്ച് ആലപ്പുഴ ചെന്നു. ഗുരുദേവൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് ആലപ്പുഴയിലുള്ളവർ പറഞ്ഞു. ഏറെ നേരം അവർ ഗുരുവിനെയും കാത്ത് അവിടെ നിന്നു. ഒടുവിൽ ഗുരുവിനെ കാണാതെ നിരാശരായി അവർ തിരിച്ചു മടങ്ങി. വള്ളം കരയ്ക്കടുക്കാറായപ്പോൾ മഠത്തിൻ്റെ വെളിയിൽ ആരോ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴേക്കും വള്ളം ഏതാണ്ട് കരയ്ക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവർക്ക് മനസ്സിലായി അത് ഗുരുദേവൻ തന്നെയാണ്. വള്ളത്തിൽ നിന്ന് ഇറങ്ങി അവർ ഓടി ഗുരുവിൻ്റെ അടുക്കെ എത്തി. അവർ ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ ഗുരുദേവൻ അവരോടായി പറഞ്ഞു, ഇത് ഒരു അമ്പലമാക്കാം. ഇവിടെ ഒരമ്പലം അത്യാവശ്യമാണ്. കൂടി നിന്നവർക്കെല്ലാം ആശങ്കയായി, അമ്പലം എങ്ങനെ പണിയും? ഗുരുദേവൻ പറഞ്ഞു, എനിക്ക് 3 പണിക്കാരെ എത്തിച്ചു തന്നാൽ മതി, ഞാൻ ഇത് അമ്പലമാക്കി മാറ്റാം. അങ്ങനെ 1080 മീനമാസത്തിൽ, അതായത് 1905 മാർച്ചിൽ സുബ്രഹ്മണ്യ സ്വാമികളെ സങ്കല്പിച്ച് ഒരു വേൽ ഇവിടെ പ്രതിഷ്ഠിച്ചു. സുബ്രഹ്മണ്യൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ വെച്ചു. വിഗ്രഹപ്രതിഷ്ഠയും വലിയ ശ്രീകോവിലുമൊക്കെ പിന്നീട് വന്നോളൂ എന്ന് ഗുരുദേവൻ പറഞ്ഞു. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ മഠത്തിൽ വിശ്രമിക്കുമ്പോൾ ഗുരുദേവനെ കാണാനായി ആൾക്കാർ തിരക്കുകൂട്ടി. കൂട്ടത്തിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ ഒരു പരവനും കൂടെ ഉണ്ടായിരുന്നു.
ജാതിയിൽ താണവനായതുകൊണ്ട് അവൻ ചി മാറടാ എന്ന് പറഞ്ഞ് കൂട്ടത്തിലൊരാൾ അവനെ തള്ളി മാറ്റി. അത് കേട്ടുകൊണ്ട് ഗുരുദേവൻ ചോദിച്ചു, എന്തിനാണ് അവനെ അകറ്റുന്നതെന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു, അവൻ പരമനാണ് സ്വാമികളെ, അവൻ നാറും. അപ്പോൾ ഗുരുദേവൻ അവൻ്റെ അടുക്ക ചോദിച്ചു, എന്താണ് അവൻ്റെ തൊഴിലെന്ന്. അവൻ പറഞ്ഞു, തെങ്ങുകയറ്റമാണ് സ്വാമികളെ തൊഴിലെന്ന്. അപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നീ ഒരു തെങ്ങിൽ എത്ര തവണ കയറുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, 2 മാസം കൂടുമ്പോൾ ഒരു തവണ ഒരു തെങ്ങിൽ കയറും. അപ്പം ഈ മാറാൻ പറഞ്ഞോട് ഗുരു ചോദിച്ചു, നിന്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ തൊഴിൽ ചെത്താണ്. അപ്പം ഈ ചെത്താൻ വരുന്ന നീ ഒരു തെങ്ങിൽ എത്ര പ്രാവശ്യം കയറുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം കയറും. അപ്പോൾ ഗുരു ചോദിച്ചു, ഈ ഒരു ദിവസം 3 പ്രാവശ്യം തെങ്ങി കയറുന്ന നീയാണോ നാറുന്നത്, അതാണോ 2 മാസത്തിൽ ഒരു തെങ്ങിൽ ഒരിക്കൽ കയറുന്ന അവനാണോ നാറുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് മാറാൻ പറഞ്ഞവന് കുറ്റബോധം തോന്നിയത്. അവൻ ഗുരുവിനോട് മാപ്പ് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, കുമരകത്തുകാർ പാവങ്ങളാണ്, അവർക്ക് എല്ലാം ഉണ്ടാകണം. ഗുരുദേവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് ലോക ഭൂപടത്തിൽ ഇടം നേടി കുമരകം. തുടക്കം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ഹരിജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തുകയും കുംഭമാസത്തിലെ പൂയ നാളിൽ ഇവിടെ 5 ദിവസത്തെയാണ് ഉത്സവം നടക്കുന്നത്. 38, 145, 155, 183 എന്ന ഈ 4 SNDP ശാഖക്കാരാണ് ഇവിടുത്തെ ക്ഷേത്രഭരണം നടത്തി വരുന്നത്. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുവോ.